കേരള സർവകലാശാലയിലെ രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ കൂടുതൽ നിയമോപദേശം തേടി വൈസ് ചാൻസലർ സിസ തോമസ്. സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ KS അനിൽകുമാർ ചുമതല ഏറ്റെടുത്ത സാഹചര്യത്തിൽ കർശന നടപടികളിലേക്ക് കടക്കാനാണ് VCയുടെ നീക്കം. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ് ജോൺ, എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ വിവാദങ്ങളിലേക്കൊക്കെ വഴിവെക്കുന്ന നീക്കങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് VC ഇക്കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്? സ്വാതി, അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ കേരള സർവകലാശാലയിലെത്തി ചുമതല ഏറ്റെടുത്തത്. അത് രാവിലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്ന് ഈ ആവശ്യം അംഗീകരിക്കാതിരുന്ന വൈസ് ചാൻസലർ സിസ തോമസ് ഈ യോഗം പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. പക്ഷേ സിസ തോമസിന്റെ അധ്യക്ഷതയിലല്ലാതെ സിൻഡിക്കേറ്റിന്റെ ചട്ടം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സീനിയർ സിൻഡിക്കേറ്റ് അംഗത്തിന് അധ്യക്ഷയായി നിയമിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കുകയും പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് ഉത്തരവായി ഇറക്കുകയും ചെയ്തത്. അതിനുശേഷം അടിയന്തരമായി ഇത്തരത്തിൽ ചുമതല ഏറ്റെടുക്കാനും രജിസ്ട്രാറോട് സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടു. ഇത് സിൻഡിക്കേറ്റിനും അതിനോടൊപ്പം തന്നെ KS അനിൽകുമാറിന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് കടന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ആയിട്ടുള്ള സിസ തോമസും കൂടുതൽ നിയമോപദേശം തേടിയിരിക്കുന്നത്. കാരണം ഈ അനിൽകുമാർ, രജിസ്ട്രാർ ആയിട്ടുള്ള അനിൽകുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന പെറ്റീഷൻ നാളെയാണ് പരിഗണിക്കാനിരിക്കുന്നത്. ഈ പരിഗണനയുടെ ഭാഗമായി തന്നെ സിൻഡിക്കേറ്റിനോടും വൈസ് ചാൻസലറോടും ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഈ വിശദീകരണം മറ്റൊരു സീനിയർ അഭിഭാഷകനെ ഉപയോഗിച്ചുകൊണ്ട്, അഥവാ സർവകലാശാലയുടെ കൗൺസിൽ ഉപയോഗിക്കാതെ, സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഉപയോഗപ്പെടുത്താതെ മറ്റൊരു സീനിയർ അഭിഭാഷകനെ നിയോഗിച്ചുകൊണ്ട് നൽകാനായിരുന്നു വൈസ് ചാൻസലറുടെ തീരുമാനം. പക്ഷേ ഇത് അട്ടിമറിക്കുന്ന രീതിയിൽ സിൻഡിക്കേറ്റിന്റെ ഭാഗത്തു നിന്നും KS അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായി. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചുമതല ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ രജിസ്ട്രാർക്കെതിരെ കർശന നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ നീക്കം. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നിയമോപദേശം തേടിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ രജിസ്ട്രാർക്കെതിരെ കൂടുതൽ നടപടികളിലേക്കും അതിനോടൊപ്പം തന്നെ തക്കതായ മറുപടി ഹൈക്കോടതിയിൽ നൽകാനുമാണ് ഇപ്പോൾ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ സിസ തോമസിന്റെ തീരുമാനം. സ്വാതി.